നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത് പാസ്റ്റ് ലൈഫിനെ കുറിച്ചാണ്. എന്നോട് പലപ്പോഴും പല ആൾക്കാർ ചോദിക്കാറുണ്ട്, നമുക്ക് പാസ്റ്റ് ലൈഫ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത്. നമ്മളുടേത് പുനർജന്മമാണോ എന്ന് തിരിച്ചറിയാൻ യൂണിവേഴ്സ് നമുക്ക് തരുന്ന സയൻസ് എന്താ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് റീഡിങ്ങിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് കാർഡ് സ്പ്രെഡ് ചെയ്യാം. ഓം നമഃ ശിവായ. ഗൈഡ് മീ യൂണിവേഴ്സ്. ഗൈഡ് മീ യൂണിവേഴ്സ്. പുനർജന്മമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സയൻസ് എന്താണ് യൂണിവേഴ്സ്? നമ്മളുടെ എല്ലാവരുടെയും പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊരു ഡൗട്ടുള്ളത് ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. യൂണിവേഴ്സ് നമുക്ക് അതിനുള്ള ഉത്തരം തരാൻ പോവുകയാണ്. കാർഡ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സെവൻ ഓഫ് വാൻഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, സെവൻ ഓഫ് പെൻഡക്കിൾസ്, ഫൈവ് ഓഫ് വാൻഡ്സ്, സിക്സ് ഓഫ് സോർഡ്സ്, ത്രീ ഓഫ് പെൻഡക്കിൾസ്, ടു ഓഫ് സോർഡ്സ്, നൈറ്റ് ഓഫ് വാൻഡ്സ്, ദ ഹെർമിറ്റ്, നയൻ ഓഫ് സോർഡ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ദ ഹൈ പ്രീസ്റ്റസ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ചില കാര്യങ്ങളോട് ഭയമോ ട്രോമയായിട്ടോ അനുഭവപ്പെടാറുണ്ടോ? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു വസ്തുവിനോടോ എന്തെങ്കിലും ഒരു മൃഗങ്ങളോടാവാം, ഇൻസെക്ട്സിനോടാവാം, പ്രാണികളോടാവാം, എന്തെങ്കിലും പക്ഷികളോടാവാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നമ്പേഴ്സിനോടാവാം, എന്തെങ്കിലും നിറങ്ങളോടാവാം. ഈ ഭയങ്ങളെല്ലാം പ്രത്യേകിച്ചും ഒരു കാരണമില്ലാതെ ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ കാരണങ്ങളൊന്നുമില്ലാതെ എന്തിനെങ്കിലും ഇതുപോലെ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോട് ഭയം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പാസ്റ്റ് ലൈഫിനെ കുറിച്ചുള്ള സൂചനയാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. അടുത്തത്, നിങ്ങൾ തുടർച്ചയായി കാണുന്ന സ്വപ്നങ്ങൾ. നിങ്ങളുടെ ജീവിതവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ നിരന്തരമായി സ്വപ്നം കാണുക. ആ സ്വപ്നങ്ങൾ മൂലം നിങ്ങൾക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു സംഘർഷവും ഡിപ്രഷനും ഉണ്ടാവുക. അത് പാസ്റ്റ് ലൈഫിനെ സൂചിപ്പിക്കുന്നതാണ്. സെയിം ഒരു കാര്യം തന്നെ നിരന്തരമായി സ്വപ്നം കാണുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡ്രീം മാത്രം നമ്മൾ റെക്കറൻ്റ് ആയിട്ട് കാണുന്നത് എന്നുള്ളത് നമുക്കാർക്കും മനസ്സിലാകാത്തതും ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുമായ ഒരു കാര്യമാണ്. ആ ഒരു സ്വപ്നം ചിലപ്പോൾ നമുക്ക് എന്തോ ഒരു വലിയ അപകടം സംഭവിക്കുന്നതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും സന്ദർശിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നതായിട്ട്, നമ്മൾ നിൽക്കുന്നതായിട്ടുള്ളൊരു സ്വപ്നമാകാം. എന്ത് തരം സ്വപ്നവുമാകട്ടെ, പക്ഷെ നമ്മളുടെ ഈ ഒരു പ്രസൻറ്റ് ലൈഫായിട്ട് ഒരു ബന്ധമില്ലാത്ത ആയിരിക്കണം ആ ഒരു സ്വപ്നം എന്ന് പറയുന്നത്. അത് നിരന്തരമായി കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യൂണിവേഴ്സ് പറയുന്നത് അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ്. നമ്മളുടെ ജീവിതത്തിൽ ചില പ്രത്യേക നിമിഷത്തിൽ ആ ഒരു സന്ദർഭം നമ്മൾ മുമ്പ് എപ്പോഴോ ജീവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. അതായത് ആ ഒരു സന്ദർഭത്തിലൂടെ നമ്മൾ എപ്പോഴോ കടന്നുപോയി എന്നുള്ള ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നു. ചില വാക്കുകളാവട്ടെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ളൊരു ചിന്ത വരിക. ഇതും പാസ്റ്റ് ലൈഫിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ സന്ദർഭത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് തന്നെ വിചാരിക്കും, നമുക്ക് സിക്സ്ത് സെൻസ് ഉണ്ടോ, അതോ ഇനി വരാനിരിക്കുന്ന കാര്യത്തിനെ പറ്റി നമുക്ക് മുൻകൂട്ടി ദൈവം കാണിച്ചു തരുന്നതാണോ എന്നൊക്കെയുള്ളൊരു ചിന്തകൾ മനുഷ്യരെ പലപ്പോഴായി അലട്ടുന്നതായിട്ട് കാണാം. പിന്നെ അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില വ്യക്തികളെ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര ദേഷ്യമായിരിക്കും അവരോട് തോന്നുന്നത്.
അവർ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറിയാൽ പോലും നമുക്ക് അവരുടെ പേര് കേൾക്കുന്നതും അവരുടെ സൗണ്ട് കേൾക്കുന്നത് പോലും ഭയങ്കര ദേഷ്യമായിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തികളെ കാണുന്ന മാത്രയിൽ തന്നെ ദേഷ്യവും ഇഷ്ടക്കേടും ഒക്കെ ഒന്നിച്ച് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തി നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ് എന്നാണ്. ആ ഒരു വ്യക്തി കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഇൻസിഡൻസ് സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കാം. ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് ഒരു വ്യക്തി ആദ്യമായി കാണുമ്പോൾ തന്നെ, ചിലരെ മാത്രം കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടാവുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടപ്പോൾ തന്നെ പെട്ടെന്നൊരു അട്രാക്ഷനോ സ്നേഹമോ തോന്നിയിട്ടുണ്ടോ? പെട്ടെന്നൊരു കണക്ഷൻ തോന്നുക, ഈ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നൊക്കെയുള്ളൊരു ഫീലിംഗ്, ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു വ്യക്തി നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുമായിട്ട് വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നു എന്നാണ്. പിന്നെ അടുത്തതായിട്ട്, നിങ്ങൾ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങൾ സന്ദർശിച്ച സ്ഥലമായിരിക്കാം, അവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേക അട്രാക്ഷൻ തോന്നുന്നുണ്ടോ? ആ ഒരു സ്ഥലത്ത് പോയപ്പോൾ എന്തോ നിങ്ങൾക്ക് ആ സ്ഥലത്തുള്ള ആരോ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ആ ഒരു സ്ഥലത്തുണ്ട് എന്നൊക്കെയുള്ളൊരു ഫീലിങ്സ്, നിങ്ങളുടെ വേണ്ടപ്പെട്ട എന്തെങ്കിലും വസ്തുക്കളാവാം, എന്തെങ്കിലും വേണ്ടപ്പെട്ട ആൾക്കാരാവാം അവിടെ ഉണ്ട് എന്നൊക്കെയുള്ളൊരു ഫീലിങ്സ് വരിക. ആ നാടിനോടും ആ നാടിൻ്റെ കൾച്ചറിനോടും അവിടെയുള്ള ആൾക്കാരോടും അവിടുത്തെ ഭാഷയോടും ഒരു പ്രത്യേക രീതിയിൽ ആകർഷണം തോന്നുക. ഇതൊക്കെ പാസ്റ്റ് ലൈഫിനെ സൂചിപ്പിക്കുന്നതാണ്. ആ നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയാൽ തന്നെയും നിങ്ങൾ ആ ഒരു നാടിനെ പറ്റി മാത്രം നിരന്തരം ഇങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു നാടുമായി നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ചിലപ്പോൾ ആ നാട്ടിലായിരിക്കാം നിങ്ങൾ ജനിച്ചതും വളർന്നതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഏതോ ഒരു വ്യക്തിയുടെ സ്ഥലമായിരിക്കാം. ഇതൊക്കെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ബന്ധമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് വളരെ സീരിയസ് ആയിട്ട് വന്ന് കഥ പറയുന്നത് പോലെ പറയാറുണ്ടോ? ഒരു 3 വയസ്സുള്ള കുട്ടികൾ അങ്ങനെ പറയാറുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതിനെ വളരെ തമാശയായിട്ടായിരിക്കും എടുത്തിരിക്കുന്നത്. പക്ഷെ യൂണിവേഴ്സ് പറയുന്നത് ആ പ്രായത്തിലുള്ള ചില തരം കുട്ടികൾക്ക് പാസ്റ്റ് ലൈഫുമായി കണക്റ്റ് ചെയ്ത് പാസ്റ്റ് ലൈഫിൽ എന്താണ് നടന്നത് എന്ന് അവർക്ക് അറിയാൻ സാധിക്കുമെന്നാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചില സ്വപ്നങ്ങൾ മുൻകൂട്ടി കാണിച്ചു തരും. അതായത് ഇപ്പം നാളെ വരാനിരിക്കുന്ന കാര്യത്തിനെ പറ്റി ഇന്ന് നിങ്ങൾക്ക് സ്വപ്നമായി കാണിച്ചു തരും. ആ സ്വപ്നം കാണിക്കുന്നത് നിങ്ങളുടെ പഴയ ജന്മത്തിലെ ആത്മാവാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിനെ പറ്റി മുൻകൂട്ടി കാണിക്കുക, വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളെ കാണിക്കുക. ദുരന്തത്തിനെ പറ്റി കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം നിങ്ങളുടെ പഴയ ജന്മത്തിലെ ആത്മാവ് നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ സംരക്ഷിച്ച് കൂടെ ഉണ്ട് എന്ന് 100% വിശ്വസിക്കാമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ചില വ്യക്തികൾക്ക്, അതായത് ഒരു വളരെ ചെറുപ്പമായിരിക്കാം ആ വ്യക്തികൾ, അവർക്ക് സ്വയം തോന്നുക. ആ സ്വയം തോന്നൽ എന്തെന്നാൽ അവർ വളരെ പ്രായമായി, അവർ വാർദ്ധക്യം ബാധിച്ച ഒരു മനുഷ്യനാണ് എന്ന് സ്വയം തോന്നിയുള്ള പെരുമാറ്റം. വീട്ടിലുള്ളവരോടെല്ലാം വളരെ മെച്യൂർഡായിട്ട് സംസാരിക്കുക, വീട്ടിൽ ഏറ്റവും മുതിർന്നവരെക്കാൾ മുതിർന്നതായിട്ടുള്ള രീതിയിൽ സംസാരിക്കുക, കാര്യങ്ങളെല്ലാം വളരെ മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യുക, വളരെ വ്യക്തമായ ഉപദേശം, കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമായി കണ്ട് മുൻകൂട്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരിക. ഇങ്ങനത്തെ ഒരു സ്വഭാവം കണ്ടു കഴിഞ്ഞാൽ അത് മാനസിക രോഗമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് പാസ്റ്റ് ലൈഫുമായി ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ ചില സ്വഭാവ മാറ്റങ്ങൾ വരുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു സ്വഭാവ മാറ്റം നിങ്ങളുടെ വീട്ടിലുള്ളവരിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തോ കൊണ്ടുപോയി ഇതൊരു മാനസിക രോഗമാണോ എന്ന് ആദ്യം തിരിച്ചറിയുക. എന്നിട്ട് മാത്രമേ ഇത് പുനർജന്മമാണ് എന്ന് നമ്മൾ കൺഫേം ചെയ്യേണ്ടതായിട്ടുള്ളൂ. യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് തന്ന ഇത്രയും കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലോ എല്ലാം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഉറപ്പായും വിശ്വസിക്കാം നിങ്ങളുടേത് പുനർജന്മമാണ് എന്നുള്ളത്.
പാസ്റ്റ് ലൈഫിനെ കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞു തന്നതിൽ നിങ്ങൾ തൃപ്തരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ റീഡിംഗ് എടുക്കാൻ പോകുന്നത് പാസ്റ്റ് ലൈഫിൽ ഒരു വ്യക്തി ചെയ്ത പാപങ്ങൾ എങ്ങനെ പ്രസൻറ്റ് ലൈഫിൽ അയാളെ ബാധിച്ചേക്കാം എന്നുള്ളതാണ്. ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻ്റായും രേഖപ്പെടുത്താവുന്നതാണ്. എൻ്റെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.